ഈ ലോകത്തിൽ ഏതൊരു സ്ത്രീയും അനുഭവിച്ചതിനേക്കാളും ദുരിതത്തിന്റെ പാണ്ടക്കെട്ട്, കഷ്ടതയുടെ പാണ്ടക്കെട്ട്, നിന്ദയുടെ പാണ്ടക്കെട്ട് പേറിയവളാണ് വിശുദ്ധ കന്യകമറിയാം. കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും കന്യകമറിയാം പരിഭവപ്പെട്ടിട്ടില്ല. കിട്ടിയ കാര്യങ്ങൾ, അത് കഷ്ടതയായാലും കണ്ണുനീരായാലും, ഞാൻ നിന്റെ ദാസിയെന്ന് തമ്പുരാന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന വിശുദ്ധിയാകുന്ന കന്യകമറിയാം. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കൾ, അവർക്കൊരു തലമുറയുണ്ടായെങ്കിൽ അത് ദൈവത്തിന്, ദേവാലയത്തിന് സമർപ്പിക്കാമെന്ന് കന്യകമറിയാമിന്റെ മാതാപിതാക്കൾ ദൈവത്തിന്റെ മുമ്പാകെ തീരുമാനമെടുക്കുകയാണ്. അവർക്ക് കിട്ടിയ പൈതലിനെ, അതാണായാലും പെണ്ണായാലും, ഈ മകളെ ദേവാലയത്തിന് കൊണ്ട് സമർപ്പിക്കുകയാണ്. തന്റെ അമ്മയോടുള്ള കാലഘട്ടം കഴിഞ്ഞിട്ട് ബാല്യകാലം മുഴുവൻ ദൈവത്തോടും ദേവാലയത്തോടും കൂടി ചേർന്ന് ജീവിക്കുന്ന വിശുദ്ധിയാകുന്ന കന്യകമറിയാം. ഒരു സ്ത്രീ എന്ന് ജനിക്കുന്നത് ശാപമെന്ന്, ഒരു സ്ത്രീയായി ജനിക്കുന്നത് ശാപമെന്ന് കരുതിയ യഹൂദ സമൂഹത്തിൽ അവൾക്ക് സമൂഹത്തിൽ വരാനോ ഒരു മുന്നിൽ വന്ന് നിൽക്കാനോ അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ദൈവത്തോടും ദേവാലയത്തോടും ശുശ്രൂഷക്കാരിയായി കഴിയുന്ന വിശുദ്ധിയാകുന്ന കന്യകമറിയാം. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധ കന്യകമറിയാമിനെ ജന്മം മുതൽ ജീവിതത്തിന്റെ അവസാനം വരെ പ്രതിസന്ധികൾ നിലനിർത്തിയത് ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവത്തോടുള്ള സമർപ്പണമാണ്. എന്താണ് സമർപ്പണവും പ്രാർത്ഥനയും? എന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തിലേക്കും ദൈവത്തിന്റെ മനസ്സിനെ എന്റെ ഹൃദയത്തിലേക്കും പകരുന്നതാണ് പ്രാർത്ഥനയും സമർപ്പണവും. എന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്കും ദൈവത്തിന്റെ മനസ്സിനെ എന്റെ ഹൃദയത്തിലേക്കും പകരുന്നതാണ് പ്രാർത്ഥനയും സമർപ്പണവും. അതുകൊണ്ടാണ് വിശുദ്ധ കന്യകമറിയാം ഞാൻ നിന്റെ ദാസി എന്ന സമർപ്പണത്തോടുകൂടി ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ കരത്തിലേക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതാണ് എന്റെ ജനമേ, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങൾ അതിജീവിക്കണമെങ്കിലും ഈ പ്രാർത്ഥന എന്ന ദൈവകൃപ എന്റെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിലും പ്രാർത്ഥന എന്നൊരു ബന്ധം ദൈവവുമായിട്ട് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ആദ്യത്തെ പ്രാർത്ഥന പുസ്തകം എന്താണെന്നറിയാമോ? അത് ഈ വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. മനുഷ്യൻ ദൈവത്തോടും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം തന്നെ. കർത്തൃപ്രാർത്ഥനയുടെ ഉള്ളടക്കം രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, മകനെ മകളെ, നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ അപ്പൻ അറിയുന്നു എന്നുള്ളതാണ്. നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ അവസ്ഥകൾ നിന്റെ അപ്പൻ അറിയുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ചോദിക്കാതെ തന്നെ നിന്റെ അപ്പൻ സർവ്വതും നിനക്ക് സഫലമാക്കി തരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്ഥിതി നല്ലതാകണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും ഉത്തരമുണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, കുയിലിനൊരു ശബ്ദമാണല്ലോ, കാക്കയ്ക്കൊരു ശബ്ദമാണല്ലോ, എല്ലാ ജീവജാലങ്ങളുടെയും ശബ്ദങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഇരിക്കുന്ന 100 പേരായാലും ലോകത്തിലെ സർവ്വജനമായാലും കൊള്ളാം, ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഉത്തരമുണ്ടല്ലോ അവരുടെ മനോനിലയ്ക്കും മാനസികാവസ്ഥയ്ക്കും അനുസരിച്ചായിരിക്കും. മനോനിലയ്ക്കും മാനസികാവസ്ഥയ്ക്കും നിലനിൽപ്പിനും കൂടിയുള്ളതായിരിക്കും. വൈരാഗ്യത്തോടു കൂടിയുള്ള സമർപ്പണമോ പ്രാർത്ഥനയോ ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. സ്വാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയും സമർപ്പണവും ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. അതുകൊണ്ട് ജീവിതയാത്രയിൽ മനസ്ഥിതി നല്ലതാകണം. പ്രാർത്ഥനയ്ക്കായി ആലയത്തിലേക്ക് കടന്നു വരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്ഥിതി നല്ലതാകണം. എങ്കിലേ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ തമ്പുരാൻ ഉത്തരം നൽകുകയുള്ളൂ. ഓർക്കുക, ഗുരു എന്ന് പറയുന്ന ഒരു കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമാകുന്ന ചിന്തകന്റെ എഴുത്തിലെ ഗുരുവിലെ ഒരു കഥാപാത്രത്തിന്റെ ഇപ്രകാരം ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണി എന്നാണ് പറയുന്നത്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണി എന്നാണ് പറയുന്നത്. ഓർക്കുക, സുഭിക്ഷതയുടെ നടുവിലുള്ള പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ ദൈവം ഒരിക്കലും ഉത്തരം നൽകുകയില്ല. സുഭിക്ഷതയുടെ നടുവിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ ഒരിക്കലും ഉത്തരം നൽകുകയില്ല. കഷ്ടകാലങ്ങളുടെ നടുവിലുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ യഹോവയാകുന്ന ദൈവം ഉത്തരം നൽകുകയുള്ളൂ. എല്ലാ വാതിലുകളും അടഞ്ഞിട്ടു മധ്യത്തിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം ഉത്തരം നൽകുകയുള്ളൂ. മാതാപിതാക്കളെ, ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്.
ദാനിയേലിന് അകത്തുനിന്ന് സിംഹക്കുഴിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാൻ പറ്റുകയില്ല. പുറത്തുനിന്ന് ആർക്കുമാകട്ടെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇറങ്ങി രക്ഷപ്പെടുത്താനും പറ്റുകയില്ല. അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ആർക്കും ഇറങ്ങാനും രക്ഷിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് യഹോവയാകുന്ന ദൈവം സിംഹത്തിന്റെ വായ അടച്ചു കളയുന്നത്. എല്ലാ വാതിലുകളും അടയുമ്പോഴാണ് ദൈവത്തിന്റെ വാതിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി തുറന്നു തരുന്നത്. അതുകൊണ്ട് ഓർക്കുക മാതാപിതാക്കളെ, കഷ്ടകാലം മാറണമേ എന്ന് പ്രാർത്ഥിക്കും, എന്നെന്റെ വേദന മാറുമെന്ന് ചിന്തിക്കും. ആലയത്തിലേക്ക് വരുമ്പോൾ ഓർക്കുക, കരയാനായി സങ്കടത്തിലൊരു നെരിപ്പോടുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. ആലയത്തിലേക്ക് വരുമ്പോൾ നിലവിളിക്കാനായി നിന്റെ ഹൃദയത്തിൽ ഒരു നെരിപ്പോടുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാണ്. ഓർക്കുക മാതാപിതാക്കളെ, സുഭിക്ഷതയുടെ നടുവിലുള്ള പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാകത്തില്ല. സുഭിക്ഷതയുടെ നടുവിലുള്ള പ്രാർത്ഥന യഹോവയാകുന്ന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല. എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുള്ള പ്രാർത്ഥന മാത്രമേ യഹോവയാകുന്ന ദൈവം കേൾക്കുകയുള്ളൂ. ഓർക്കുക, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തി കൂടി വേണം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലുണ്ടല്ലോ പ്രവൃത്തി ഉണ്ടാകണം. പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിലുണ്ടല്ലോ പ്രാർത്ഥന കൂടി ഉണ്ടാകണം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രവൃത്തി വേണം. പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിലുണ്ടല്ലോ പ്രാർത്ഥനയും കൂടി വേണം. ഒരു നഴ്സിംഗ് കോളേജിന്റെ കോൺവൊക്കേഷൻ പ്രോഗ്രാം നടക്കുകയാണ്. അവിടുത്തെ ഒരു നേതൃത്വം നൽകുന്ന അധ്യാപിക ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു നല്ല രണ്ട് ദൈവവചനം പറയണമല്ലോ എന്നോർത്ത് നല്ല ശമരിയക്കാരന്റെ വേദഭാഗം വായിക്കുകയാണ്. നല്ല ശമരിയക്കാരന്റെ വേദഭാഗം വായിക്കുമ്പോൾ ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം വളരെ അസ്വസ്ഥരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഒരു നല്ല രണ്ട് വാക്ക് പറയാനായിട്ട് ഈ നല്ല വാക്ക് പറയാൻ നിൽക്കുന്ന വ്യക്തിക്ക് അത്ര സന്തോഷവും സാഹചര്യവും തോന്നിയില്ല. എന്നിട്ട് ആ വ്യക്തി ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല ശമരിയക്കാരന്റെ വേദഭാഗം വായിച്ചിട്ട് ഒറ്റ വാക്ക് മാത്രം പറയുകയാണ്. യെരുശലേമിൽ നിന്ന് എറിഹോവിലേക്കുള്ള വഴിയുണ്ടല്ലോ, നമ്മുടെ കോളേജിന്റെ നടുമുറ്റത്തു കൂടിയാണ് കടന്നു പോകുന്നത്. യെരുശലേമിൽ നിന്ന് എറിഹോവിലേക്കുള്ള വഴിയുണ്ടല്ലോ, നമ്മുടെ നടുമുറ്റത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ആരെങ്കിലും ഒന്ന് സഹായിക്കാനായി നമ്മൾ വണ്ടി പിടിച്ച് യെരുശലേമിലേക്ക് പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കാനായി എരിഹോവിന്റെ വീതിയിലേക്കും പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടല്ലോ, നമ്മുടെ കൺമുമ്പിൽ തന്നെ ചില വ്യക്തിത്വങ്ങളുണ്ട്. ആരെങ്കിലും സഹായിക്കാനായി നമ്മുടെ കൺമുമ്പിൽ തന്നെ ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞാനൊരു ദിവസം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വൃദ്ധയായ, ശാരീരികമായി വളരെ ക്ഷീണിച്ചിരിക്കുന്ന അപക്ഷിയായ ഒരു മാതാവിനെ കാണുകയാണ്. കണ്ടുടനെ എന്റെ മഹത്വമല്ല പറയുന്നത്, അപ്രകാരമല്ല. ഞാൻ കണ്ടുടനെ ആ സ്ത്രീയെ കണ്ടുടനെ കാർ ചേർത്ത് നിർത്തിയിട്ട് ഒരു 100 രൂപ എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. കൊടുത്ത ഉടനെ ആ സ്ത്രീ 2 കരവും കൂപ്പിയിട്ട് എന്നോട് പറയുകയാ, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ, എന്റെ ഭർത്താവ് മരിച്ചു വർഷങ്ങളായ അച്ഛ, ഇതുവരെ 2 നേരം ഒരു നേരം നല്ലതുപോലെ വെള്ളം കുടിച്ചു, ഒരു കാലം പോലും ഞാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. ഞാനൊരു ദൈവത്തെ കാണുകയായിരുന്നു. ഏതൊരു ദേവാലയത്തിൽ പോകുന്നതിനേക്കാളും ഒരു അനുഗ്രഹമോ എന്റെ കണ്ണും ഹൃദയവും അങ്ങ് നിറയുകയായിരുന്നു. ആരാണ് ദൈവം? ഓർക്കാപ്പുറത്ത് കരുതുന്നവനല്ലേ ദൈവം? ഓർക്കാപ്പുറത്ത് അനുഗ്രഹിക്കുന്നവനല്ലേ ദൈവം? ഒരു നിമിഷം ആ സ്ത്രീയുടെ മുമ്പിൽ ഞാനൊരു ദൈവമാകുകയായിരുന്നു. ഒരു നിമിഷം ആ സ്ത്രീയും എന്റെ മുമ്പിൽ ഒരു ദൈവമാകുകയായിരുന്നു. ഓർക്കുക മാതാപിതാക്കളെ, 1000 ദേവാലയങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ കൺമുമ്പിൽ കൂടി ചില ദൈവങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിൽ കൂടി ചില ദൈവങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവന്റെ മുമ്പിൽ, ആ ദരിദ്രന്റെ മുമ്പിലുണ്ടല്ലോ, ഒരു നിമിഷം ഒന്ന് ദൈവമാകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഒരു നിമിഷം ഒന്ന് ദൈവങ്ങളാകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ, അതിന് യാതൊരു അളവുമില്ല, യാതൊരു അളവുമില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടല്ലോ യഥാർത്ഥ മനുഷ്യസ്നേഹിയാകും. പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ടല്ലോ യഥാർത്ഥ മനുഷ്യസ്നേഹികളാകും. കാനാവിലെ കല്യാണത്തിന് ആ ഭവനത്തോട് കരുണ തോന്നിയത് മാതാവിന്റെ മനുഷ്യസ്നേഹമാണ്, മാതാവിന്റെ കരുണയാണ്. ഓർക്കുക, നമ്മുടെ സഭയെ നയിച്ച പരിശുദ്ധ പിതാക്കന്മാരുണ്ടല്ലോ. ഈ ഡിസംബർ മാസം 16-ാം തീയതി ഓർമ്മ കൊണ്ടാടുന്ന മലങ്കര സഭയുടെ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമനസ്
തന്റെ ആയുസ്സിൽ ഓർക്കുക, എത്രയോ കുഷ്ഠരോഗിയുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അനാഥരായ ബാലികമാരെയും ബാലന്മാരെയും സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ, ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമായി എത്രയോ സ്ഥാപനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഓർക്കുക, അതും ഒരു മനുഷ്യജന്മമല്ലേ? ഇന്നത്തെ പരിശുദ്ധ കാതോലിക്ക ബാബയുടെ തുടങ്ങിയിരിക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ, ഏറ്റവും അവസാനം അദ്ദേഹം പ്രഖ്യാപിച്ച ഏറ്റവും നല്ലൊരു വാക്കാണ്, നിങ്ങളൊരു ദേവാലയം പണിതാൽ അല്ലെങ്കിൽ ഒരു ഭവനം ഇടവകയിൽ ദരിദ്രന് പണിതു കൊടുത്താൽ നേരെ പകുതി തുക ഞാൻ നൽകാമെന്ന പുതിയൊരു വാക്ക്. ആരെങ്കിലും കെട്ടിച്ചാൽ ഇടവ കൊടുക്കുന്നതിന്റെ നേരെ പകുതി തുക ഞാൻ നൽകാമെന്നൊരു വാക്ക്. അവരും മനുഷ്യന്മാരാണല്ലോ, നമ്മളും മനുഷ്യന്മാരാണല്ലോ. എന്നിട്ട് അവരുടെ കരത്തെ അനുഗ്രഹിച്ച ദൈവം എന്തേ നമ്മുടെ കരത്തെയും അനുഗ്രഹിക്കാതെ പോയി? അവരുടെ കയ്യിൽ കൂടി വന്ന ലക്ഷങ്ങൾ എന്തേ ഒരു ആയുസിൽ നമുക്കും കരുതാൻ പറ്റാതെ കയ്യിൽ കൂടി വരാതെ പോയി? കാരണം അവരൊക്കെ മനുഷ്യസ്നേഹികളാണ്. സഭയെ നയിച്ച പിതാക്കന്മാരെല്ലാം മനുഷ്യസ്നേഹികളാണ്. മറ്റുള്ളവനെ കരുതണം, മറ്റുള്ളവനെ സ്നേഹിക്കണമെന്ന മനസ്ഥിതി അവർക്കുള്ളത് കൊണ്ടാണ് യഹോവയാകുന്ന ദൈവം വാരിക്കോരി അവരുടെ കയ്യിൽ സമ്പത്തിനെ കൊടുത്തത്. ഒന്നും അവരുടെ പോക്കറ്റിലേക്ക് പോയില്ല. കിട്ടിയതെല്ലാം ദരിദ്രന് വേണ്ടിയിട്ടായിരുന്നു, കിട്ടിയതെല്ലാം അവഗണിക്കപ്പെട്ടവന് വേണ്ടിയിട്ടായിരുന്നു. ഓർക്കുക, നമുക്ക് കിട്ടുന്നതെല്ലാം എന്റെ കീശയിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ടാണ് ദൈവം എന്നെയും നമ്മുടെ ഈ വലത്തുകരത്തെയും അനുഗ്രഹിക്കാതെ കൂട്ടിവെച്ചിട്ട് കിട്ടിയവരുടെ അവസ്ഥ എന്താണ്? കൂട്ടിവെച്ചിട്ട് എന്താണ് കാര്യം? ഈ കൊറോണ പഠിപ്പിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, കൊറോണ പഠിപ്പിച്ച ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതൊരു ജീവിതാനുഭവം, അതൊരു ദൈവത്തിന് അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാതാപിതാക്കളെ, 1-2 അടക്കങ്ങൾ കൊറോണ വന്നിട്ട് മരിക്കുന്ന ചില സമ്പന്നന്മാരുടെ അടക്കങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ടിടയായി. അതായിക്കോട്ടെ, ആര് മരിച്ചാലും ക്രിസ്തീയമാകുന്ന രീതിയിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ തൻ്റെ ഇടത്തോടു കൂടി നിന്ന് കർമ്മങ്ങൾ ചെയ്ത് അടക്കുക എന്നുള്ളത് പുരോഹിതന്റെ കടമയും കർത്തവ്യവുമാണ്. പക്ഷെ രസകരമാകുന്ന അവസ്ഥ എന്താണെന്നറിയാമോ? ഈ ആംബുലൻസിലേക്ക് ആരംഭ കാലഘട്ടത്തിലാണ് കൊറോണ വന്ന് മരിച്ച ഒരു വ്യക്തിയെ അടക്കാനായിട്ട് കൊണ്ടുവരും, പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് കൊണ്ടുവരും. പുരോഹിതനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കല്ലറയിലേക്ക് ക്രിമിനേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. ആ സമയം പുരോഹിതനടുത്ത് കാണും, ഭാര്യയോടോ മക്കളോടോ പറയും, ചെന്നൊന്ന് കാണുക, മുഖമൊന്ന് കാണുക. ആ പ്ലാസ്റ്റിക് ഒന്ന് പൊട്ടിച്ചു വച്ച മുഖം കണ്ടിട്ട് ഒത്തിരി അകലം മാറി നിന്ന് ൂന്നും പറഞ്ഞ് ഒരു കരച്ചിലും കാര്യന്നിട്ട് ഒരു ഓട്ടമുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സ്ത്രീയാണല്ലോ ഈ മനുഷ്യൻ 85 വയസ്സ് വരെ പോറ്റിയത്, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ ആയിരുന്നല്ലോ ഈ സ്ത്രീ ഇത്രയും നാൾ പോറ്റിയത്, ഈ മക്കളെയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഒരു കാര്യവുമില്ല, നേടിക്കൊടുത്തിട്ടൊരു കാര്യവുമില്ല, പോറ്റി വളർത്തിയിട്ട് ഒരു കാര്യവുമില്ല, സമ്പാദിച്ചു വച്ചിട്ട് ഒരു കാര്യവുമില്ല. മാതാപിതാക്കളെ, നീ എത്ര കോടിപതിയാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും ഓർക്കുക, നീ അത്യാസന നിലയിൽ കിടക്കുമ്പോഴുണ്ടല്ലോ, ഐസിയുവിൽ കിടക്കുമ്പോഴുണ്ടല്ലോ, മക്കൾ വന്ന് പുരോഹിതനോട് പറയും, അച്ഛാ എന്റെ അപ്പനെ കഷ്ടപ്പെടുത്താതെ ഒന്ന് എടുക്കണേ എന്ന് പ്രാർത്ഥിക്കണേ. മനസ്സിലാകുന്നോ? അച്ഛാ എന്റെ അപ്പനെ കഷ്ടപ്പെടുത്താതെ ഒന്ന് എടുക്കണേ എന്ന് പ്രാർത്ഥിക്കണേ എന്ന്. കാരണം അതിനപ്പുറം അവന് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഇത്രയേ ഉള്ളൂ. സ്വാർത്ഥതയോടെ സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, നേട്ടമുണ്ടപ്പോൾ അയൽക്കാരനെ കരുതാതെ, കൂടപ്പിറപ്പിനെ കരുതാതെ, അയൽക്കാരന്റെ അതിരുമാന്തി വെയിലുമാന്തി എല്ലാം സമ്പാദിച്ചിട്ട് അതൊന്ന് തിന്നാൻ പോലും പറ്റാതെ കൈമലർത്തി കരിച്ചു കളയേണ്ട ഒരവസ്ഥ. ശാപമാണ് എന്റെ ജനമേ. ഓർക്കുക, പലരും മരിക്കുന്ന എങ്ങനായാലും നമ്മൾ അടക്കും. അത് കടലിലായാലും നദിയിലായാലും കരയിലായാലും ആ ചാരമെല്ലാം അസ്ഥികഷ്ണങ്ങളെല്ലാം കൂടിയോജിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഓർക്കുക, ഈ സ്വാർത്ഥതയോട് നിന്റെ സഹോദരനെ കരുതാതെ നീ സമ്പാദിച്ചിട്ട് തലമുറയ്ക്ക് പോലും തിന്നാൻ പറ്റിയില്ലല്ലോ. നിന്റെ അയൽക്കാരനോട് ഒരായുസ് മുഴുവൻ കലഹമുണ്ടാക്കി സമ്പാദിച്ചിട്ട് ആ സമ്പത്ത് പോലും അടുത്ത തലമുറയ്ക്ക് പോലും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നല്ലോ. ഓർക്കുക, മൂടാ എന്ന് തമ്പുരാൻ വിളിച്ചത് ഒറ്റ വർഗത്തേ ഉള്ളൂ. സമ്പന്നനായതുകൊണ്ടല്ല, എല്ലാം എനിക്കും എന്റെ ഭാര്യയ്ക്കുമാണെന്ന സ്വാർത്ഥതയോട് കൂട്ടിവെക്കുന്നവനെയാണ് മൂടാ എന്ന് വിളിച്ചത്. ഓർക്കുക എന്റെ മാതാപിതാക്കളെ, ഇത് നമ്മുടെ തലമുറയ്ക്ക് മാത്രം തിന്നാനുള്ളതല്ല. ഓർക്കുക,
കൊറോണ വരട്ടെ, വാർദ്ധക്യ കാലഘട്ടം വരട്ടെ, ആധുനിക ജനറേഷൻ എല്ലാം ഈ നാട് വിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. അത് സമ്പന്നരായ മക്കളായാലും കൊള്ളാം, ദരിദ്രന്റെ മക്കളായാലും കൊള്ളാം, ജീവിക്കാൻ 10 തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പന്നന്റെ മക്കളായാലും കൊള്ളാം, എല്ലാം അന്യനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടോ പാത്രം കഴുകി ജീവിക്കേണ്ട ഒരവസ്ഥ. നാട്ടിൽ സുഭിക്ഷതയോടെ കഴിയേണ്ട പല മക്കളുമുണ്ടല്ലോ, ഇന്ന് വിദേശത്ത് പോയി UK യൂറോപ്പിലേക്കും കുടിയേറിയിട്ട് പാത്രം കഴുകി ജീവിക്കേണ്ട ഒരവസ്ഥ. ഓർക്കുക മാതാപിതാക്കളെ, ആർക്കാണ് ഈ കൂട്ടിവെക്കുന്നത്? ആർക്കാണ് ഈ കൂട്ടിവെക്കുന്നത്? ജീവിതയാത്രയിൽ അവസാനം എന്റെ നിങ്ങളുടെയെങ്കിലും മൃതശരീരം എടുക്കാൻ വേണ്ടിയിട്ടുമുണ്ടെങ്കിലും ഉണ്ടല്ലോ, 10 നാട്ടുകാർ അയലത്തുകാരൻ വീട്ടിൽ കയറണമെങ്കിൽ നിന്റെ സമ്പന്നതയുടെ അവസ്ഥയിൽ, നിന്റെ ആരോഗ്യത്തിന്റെ അവസ്ഥയിൽ, നീ സുഭിക്ഷതയോടെ കഴിഞ്ഞ കാലഘട്ടത്ത് നിന്റെ മറ്റു അയൽക്കാരനെയും സഹോദരനെയും കരുതിയെങ്കിൽ മാത്രമേ നിന്റെ കഷ്ടകാലഘട്ടത്തിൽ അവൻ ദൈവത്തിൽ നിന്റെ സന്നിധിയിലേക്ക് നിന്റെ കഷ്ടകാല സമയത്ത് കടന്നു വരികയുള്ളൂ എന്ന് നാം ഓർത്തുകൊള്ളുക. ഇനിയും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തോടും ദേവാലയത്തോടും ഏറ്റവും കൂടുതൽ മല്ല് പിടിച്ചേക്കുന്ന ആരാണ്? സമ്പന്നന്മാരാണ്. ദൈവത്തോടും ദേവാലയത്തോടും ഏറ്റവും കൂടുതൽ മല്ല് പിടിച്ചേക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്നവനാണല്ലോ സമ്പന്നൻ. ആ സമ്പന്നൻ നിൽക്കേണ്ടത് ദേവാലയത്തിന്റെ ഏറ്റവും മുമ്പിലാണ്, മനസ്സിലാകുന്നു? പക്ഷെ പല സമ്പന്നന്മാരും ഇന്ന് നിൽക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിന്റെ പര്യമ്പരങ്ങളിലാണ്. ഓർക്കേണ്ട കാര്യം, ദൈവം അനുഗ്രഹിച്ചവനാണ് ഏറ്റവും മുമ്പിലായിട്ട് വന്ന് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, ഈ സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കാനുള്ളതൊന്നുമല്ല, അത് കരുതാനും സ്നേഹിക്കാനുമുള്ളതാണ്. കരുതാനും സ്നേഹിക്കാനുമുള്ളതാണ്. ജീവിതയാത്രയിലുണ്ടല്ലോ, നമ്മളൊക്കെ ചില മനുഷ്യ സ്നേഹികളാകണം. നമ്മുടെ പിതാക്കന്മാരുടെ ഒരായുസ്സിൽ അവർ നേടിക്കൊടുത്തതല്ല മറ്റുള്ളവരെ കരുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മുടെ കുടുംബം മാറ്റണം, പ്രാരാബ്ദങ്ങൾ മാറണം. പക്ഷെ ഒരു ദരിദ്രന്റെ മുമ്പാകെ കരുണ കാണിക്കാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. പല പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുമുണ്ടല്ലോ, അർത്ഥ കൈക്ക് ഉപ്പ് തേക്കത്തില്ല. ആത്മീയതയുടെ ഔന്നത്തിൽ നിൽക്കുന്ന പല മനുഷ്യന്മാരുമുണ്ടല്ലോ, പല മനുഷ്യന്മാരോട് കരുണ കാണിക്കുകയില്ല. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി കൂടി വേണം. പ്രവൃത്തി മാത്രം പോരാ, പ്രാർത്ഥന കൂടി വേണം. അടുത്തൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് തമ്പുരാന്റെ കരത്തിലാണ് ഞാനെന്ന ബോധ്യമുണ്ടാകും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾക്കുണ്ടല്ലോ, ഞാൻ കർത്താവിന്റെ കരത്തിലാണെന്ന ബോധ്യമുണ്ടാകും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം യേശുതമ്പുരാൻ ഒരു 3 ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവഗണിക്കുന്ന ചുങ്കക്കാരോടും പരീശന്മാരോട് യേശുതമ്പുരാൻ, ചുങ്കക്കാരോട് അവഗണിക്കപ്പെട്ടവരോട് യേശുതമ്പുരാൻ ഇരിക്കുന്നത് കണ്ടിട്ട് പരീശ സമൂഹം യേശുതമ്പുരാനെ കുറ്റം വിധിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന 3 ഉപമ. അതിൽ ഒന്നാമത്തെ ഉപമ, ഒരിടയന് 100 ആടുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ഒരിടയന് 100 ആടുണ്ടായിരുന്നു. ഒന്ന് കാണാതെ പോയി, 99 ഉപേക്ഷിച്ചിട്ട് ഒന്നിന്റെ പിന്നാലെ പോയി. കണ്ടു കിട്ടിയപ്പോഴുണ്ടല്ലോ, ഇടയൻ അതിനെ തോളിൽ എടുത്തോണ്ട് വന്നു എന്നാ പറയുന്നത്. തോളിൽ എടുത്തോണ്ട് വന്നു എന്നാ പറയുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ യഹോവയാകുന്ന ദൈവമാണ്, ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യമുണ്ടാകും. എന്താണ് ഇടയൻ ഈ ആടിനെ എടുക്കാനുണ്ടായ കാരണം? എന്താണ് തോളിൽ എടുത്തുകൊണ്ടുവരാനുണ്ടായ ഒരു കാരണം? പുൽമേടുകളിലേക്ക് ആടിനുമായി ഇടയൻ പോകുന്ന ഒരു സമയം ഓർക്കുക. ഇടയൻ മുമ്പേ നടക്കും, പിന്നാലെ ആട് നടക്കും. ഇടയന്റെ കാലയിലാണ് ആദ്യം മുള്ളുകൊള്ളാനും കല്ലുകൊള്ളാനുമുള്ള സാധ്യത. ഇടയന്റെ കാലയിൽ കല്ലും മുള്ളും കൊണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്കൊരിക്കലും ഇടയൻ തന്റെ ആടിനെ നയിക്കുകയില്ല. ഇടയൻ ഇല്ലാതെ പോയ ആടാകട്ടെ, വഴിതെറ്റിപ്പോയ ആടാകട്ടെ, പോയ വഴിക്ക് അവൻ മുമ്പേ നടക്കുന്നത് കാരണം പോയ വഴിക്ക് കല്ലും മുള്ളും കൊണ്ട് അവന്റെ കാലിന് പരുക്ക് പറ്റി ബലഹീനതയിൽ കിടക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ് ഇടയൻ കണ്ടുടനെ അതിനെ തോളിലെടുത്ത് തന്റെ കരത്തിലെടുത്ത് മാറോട് ചേർക്കുന്നത്. ഓർക്കുക മാതാപിതാക്കളെ, പല ഭവനങ്ങൾ സന്ദർശിക്കുന്ന സമയം യേശുതമ്പുരാൻ ഒരാട്ടിൻകുട്ടിയെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആട്ടിൻകുട്ടിയെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന് ഇപ്രകാരം ഒരു വ്യാഖ്യാനമാണ്. അതായത് ഏതാടാണ് കർത്താവിന്റെ കരത്തിലിരിക്കുന്നത്? ഒരു ഇടയന് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ആടിന്റെ കാലിനുണ്ടല്ലോ ബലഹീനതയുണ്ട്, ഒടിവുണ്ട്, ചതവുണ്ട്. എല്ലാ ദിവസവും മറ്റാടുകളോടൊപ്പം പുൽമേടുകളിലേക്ക് പുല്ലു തിന്നാനായി മേയാനായി പോകുമ്പോൾ ഏറ്റവും പുറകിൽ നടക്കുന്നത് ഈ കാലിനൊടിവുള്ള ബലഹീനതയുള്ള ആടാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇടയന്റെ ഏറ്റവും അടി കൊള്ളാനുള്ള സാധ്യതയും ഏതാടിന് തന്നെയാണ്? ബലഹീനതയുള്ള ഏറ്റവും പുറകിൽ നടക്കുന്ന ആടാണ്.